ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, എന്തല്ല എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു അല്ലേ? നല്ലൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ തംബ്നെയിൽ കണ്ട് ഞെട്ടിത്തരിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഞാനൊരു പ്രോഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെയോ ഒന്നും പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല. അതായത് ഈ കോഴിക്കോടുള്ള ഫാഷൻ ബസാറിനെ പറ്റി നല്ല വിലക്കുറവാണെന്ന് നമ്മുടെ കൂട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ അവിടെ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് അന്നേ ദിവസം ഞാൻ 2 ദിവസം മുന്നെയാണ് അന്ന് ദിവസം ഞാൻ ലീവായിരുന്നു. ഞാൻ അല്ലുവിന് ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ടായിരുന്നു. കോഴിക്കോട് ഗവൺമെൻറ് ബീച്ച് ഹോസ്പിറ്റലിലാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെ കേൾക്കില്ലേ, നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാനൊരു സാധാരണ പെയിൻറ്ററാണ്, കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ ഈ ചുമ്മാ നിൽക്കുന്ന വേളയിൽ ഈ കാശിൻ്റെ മുമ്പ് കൊണ്ട് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി അല്ല നമ്മുടെ. ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. കാശുള്ളവർക്ക് ഡ്രസ്സ് എന്നൊരു വീക്ക്നെസ് ആണല്ലോ. എൻ്റെ അടുത്ത് കാശില്ലാത്തതുകൊണ്ടാണ്. കാശുള്ളപ്പോൾ നമ്മളും പോയി വാങ്ങാറുണ്ട് ഡ്രസ്സ്. നല്ല വസ്ത്രങ്ങളൊക്കെ എന്നും എല്ലാവരുടെ വീക്ക്നെസ്. ഞാനൊരു ചുമ്മാ ഒരു തട്ടിവിട്ടുന്നുള്ളൂ കേട്ടോ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതി അല്ല എൻ്റെത്. അപ്പോൾ നമ്മൾ ഈ വിശേഷ ദിവസങ്ങൾ, ഓണം, വിഷു അങ്ങനെയുള്ള ദിവസങ്ങളിൽ, പിന്നെ വളരെ പ്രിയപ്പെട്ടവരുടെ കല്യാണ സമയം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ പോയിട്ട് വസ്ത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞങ്ങളൊന്ന് പോകണമെന്ന് കരുതിയതാണ്. അപ്പോൾ അന്ന് മോൻ്റെ ഫിസിയോതെറാപ്പീൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോകുമ്പോൾ ആ വഴിക്കൊന്ന് ഫാഷൻ ബസാറിലൊന്ന് കയറിയാണ്. സത്യത്തിൽ കൂട്ടുകാരെ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വില കുറഞ്ഞിട്ട് ലോക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരിടമല്ല ഫാഷൻ ബസാർ. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ് അവിടെ വിൽക്കുന്നത്. വെറും 99 രൂപയേ ഉള്ളൂ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിനൊക്കെ വില വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ വൈഫിന് അത്യാവശ്യം ടൈലറിങ് അറിയാം. അപ്പോൾ അവൾ അതുപോലെ തന്നെ തുണീനെ പറ്റി പറയാം. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഏട്ടാ 99 രൂപയെന്ന് വെച്ചാൽ മോശം തുണിയൊന്നല്ല, അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്, നമുക്ക് വാങ്ങാമെന്ന് പറയാം. അങ്ങനെ അവളൊരു 3 പീസ് സാധനം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഷർട്ട്, ഒരു മുണ്ട് 499 രൂപയാണ്. അതെന്ന് വെച്ചാൽ നല്ല ഷർട്ടുമാണ്, നല്ല ക്വാളിറ്റി മുണ്ടുമാണ്. അതുപോലെ തന്നെ ഷർട്ട്സ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ 199 രൂപയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുരിദാർ മെറ്റീരിയൽ 99 രൂപയ്ക്ക് തുടങ്ങുന്നുണ്ട്. നിങ്ങൾ കരുതി എല്ലാം ലോക്കൽ സാധനങ്ങളാണെന്ന്. ലോക്കൽ സാധനങ്ങൾ വളരെ കുറഞ്ഞ പൈസയ്ക്ക് ലോക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരിടമായിട്ട് നിങ്ങൾ കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അത്യാവശ്യം വില കൂടിയ ഐറ്റംസും ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിലയുള്ള സാധനങ്ങൾ ആർക്കും ഇപ്പോൾ 100 രൂപയ്ക്കും 90 രൂപയ്ക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങൾ ലേശം വില കുറഞ്ഞിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ പോയി ടോപ്സിനൊക്കെ കണ്ടോ, വെറും 199 രൂപയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ആ ടോപ്പിൻ്റെ നിലവാരം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടോപ്പ് സൂം ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോഴാണ് വൈഫ് ഇങ്ങനെ പറയുന്നത്, ഏട്ടനൊരു പാൻറ്റ്സ് വേണം, പാൻറ്റ് ഇല്ല, പാൻറ്റ് കുറവാണ്. അപ്പോൾ സത്യമാണ്, എനിക്ക് പാൻറ്റ് ആകെ 3 പാൻറ്റേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഒരു പാൻറ്റ് വാങ്ങണമെന്ന് പറഞ്ഞു, 2 എണ്ണം വാങ്ങണമെന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ ഞാനൊരു പാൻറ്റ് സെലക്ട് ചെയ്തു. ആ പാൻറ്റ് ആണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചേച്ചി. 499 രൂപ അങ്ങനെ എന്തോ മറ്റാണ് ആ പാൻറ്റിൻ്റെ വില. അപ്പോൾ അതുകൂടെ എടുത്തു. നല്ല പാൻറ്റായിരുന്നു. എനിക്ക് ഒന്നാമത് ജീൻസിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ താല്പര്യമില്ലാന്ന് ഇടാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഉഷ്ണകാലത്ത് ഭയങ്കര ചൂടായിരിക്കും. കോട്ടൺ പാൻറ്റിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ടൊരു കോട്ടൺ പാൻറ്റ് വാങ്ങി. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ അതുപോലെ മാനേജറുടെ ഒക്കെ ബിഹേവിങ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അതായത് ഞാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ കാവ്യമുണ്ടൊക്കെ ആയിരിക്കും കൊടുക്കുക. പണിക്ക് പോകുമ്പോൾ അങ്ങനെയാണല്ലോ, ചിലപ്പോൾ കോഴിപ്പണിക്കല്ലേ പോകണേ. അപ്പോൾ പോകുമ്പോൾ ഞാൻ കാവ്യമുണ്ടൊക്കെ എടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ മോനെന്തെങ്കിലും വസ്ത്രം വാങ്ങാനൊക്കെയാണ് ചിലപ്പോൾ പോകുന്നതെങ്കിൽ, അപ്പോൾ അവിടുന്ന് നമ്മളെ ലുക്ക് കാണുമ്പോൾ അവർക്കൊരു കാരണം എന്താ വെച്ചാൽ ഇവർ വെറുതെ വരികയാണോ എന്തോ, വെറുതെ വില നോക്കാൻ വരികയാണോ എന്നൊക്കെ കരുതിയിട്ട് അവർ നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇനിയിപ്പോൾ പാൻറ്റ് ഇട്ട് പോയാലും നമ്മളാകെ വിയർത്ത് കുളിച്ചിട്ടൊക്കെ ആയി കഴിഞ്ഞാൽ, അങ്ങനെ എനിക്ക് പലയിടത്തുനിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല റിച്ച് ഫാമിലിയൊക്കെ വരുമ്പോൾ അവർ നേരെ അവിടേക്ക് തിരിക്കും. കാരണം അവരെന്തായാലും നല്ല രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളെപ്പോലുള്ള ചില്ലറ പർച്ചേസിംഗ് ഒന്നും ചിലപ്പോൾ ഈ സെയിൽസ്മാൻമാർ അവർക്കൊന്നും കിട്ടില്ല. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇവരുടെ അടുത്ത് കസ്റ്റമേഴ്സ് വേറെ ഉണ്ടായിരുന്നു. നല്ല തിരക്കാണ്, നിങ്ങൾ കണ്ടല്ലോ, നല്ല തിരക്കാണ്. എന്നിട്ടും അവർ വേറൊരു സ്റ്റാഫിനെ വിളിച്ച് നമ്മളടുത്തേക്ക് ആക്കി തന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന
രീതികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ മാനേജർ നമ്മളടുത്ത് നേരിട്ട് വന്നു, സംസാരിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ. അതൊക്കെ അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിരിക്കാം, എന്താ ഒരു കച്ചവടത്തിൻ്റെ ഒരു ട്രിക്കൊക്കെ ആയിരിക്കാം. ആയിക്കോട്ടെ, എന്നാലും നമുക്ക് അതൊരു മനസ്സിനൊരു ആനന്ദം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ കഴിഞ്ഞു, ബില്ലിങ്ങിൻ്റെ ടൈമാണ്. അപ്പോൾ ഞാൻ ബില്ല് അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് കയറുക. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൻ്റെ ആ കോമ്പൗണ്ടിൽ തന്നെയാണ് ഫാഷൻ ബസാർ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. അല്ലൂന് ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് ബീച്ചിൽ പോയി. ഞങ്ങൾ അവനെ ഫിസിയോതെറാപ്പി കഴിഞ്ഞു, അവനെ ബീച്ചിലൊന്ന് കയറി. നല്ല ചൂടായിരുന്നു, എന്നാലും അവൻ്റെ ആഗ്രഹമല്ലേ, ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് കളിച്ച് തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒപ്പം നല്ല കമൻസ് ഇടുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. മറ്റുള്ളവർക്ക്, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ കൂട്ടുകാരെ, ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.